ഞാൻ ഈ അടുത്ത് ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് സേവ് ചെയ്ത് വെച്ചു. കാരണം അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണത്. നമ്മൾ എല്ലാവരും ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും അത് ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. അപ്പോൾ ഞാൻ ആ പോസ്റ്റ് ഞാനിവിടെ കൊടുക്കുക. നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്നാണ് നമുക്കത് കിട്ടിയത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ പതിയിരിക്കുന്ന അപകടം എന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒട്ടും അറിവില്ലായ്മ ആണ്. ഇതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ ഇതുപോലെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാനും ചെയ്തിരുന്നൊരു കാര്യമാണത്. കാരണം നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സ്വിച്ച് ഓഫ് ആക്കാണ്ടാണ് പലപ്പോഴും എന്താ പറയുക ഡ്രസ്സുകൾ ഇങ്ങനെ എടുക്കാനും ഒക്കെ നോക്കിയിരുന്നത്. അപ്പോൾ ഞാൻ അത്തരം ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ എപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ അതിൽ നിന്ന് ഡ്രസ്സുകൾ ഊരിയെടുക്കാറ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കാര്യമാണ്. അപ്പോൾ ആ സ്കൂട്ടർ കഴുകുന്ന ഒരു വ്യക്തിയാണത്. അത് ചാർജിലിട്ടേക്കായിരുന്നെന്നാണ് പറയുന്നത്. ചാർജിലിട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഷോക്ക് അടിച്ചിട്ട് മരണപ്പെട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ ഫാമിലിയിലും അല്ലെങ്കിൽ പുറത്തുള്ളവരും ഒക്കെ ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കുക. അതായത് ചാർജിൽ വെക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും അത് കഴുകാതിരിക്കുക. ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് അതിൽ നിന്ന് നമുക്ക് എന്താ പറയുക ഒരു മരണം സംഭവിക്കുന്ന രീതിയിലേക്ക് എത്താതിരിക്കുക. എല്ലാവരും വളരെ ശ്രദ്ധിക്കുക.